കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനലിൽ മഞ്ജുഷ് നയിക്കുന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ആർ വി ബാബുവും ഷാബു പ്രസാദും രണ്ടും ഒരു സംഘപരിവാർ ലൈനിൽ ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ സംഘപരിവാറാണോ ജിഹാദിയാണോ അല്ലെങ്കിൽ എന്താണെന്ന് വളരെ കൃത്യമായി ജീൻ അറിയാൻ പറ്റാത്ത രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായി എന്താണെന്ന് അറിയില്ല. അദ്ദേഹം ഇപ്പോൾ പകലാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ പുള്ളി സമർത്ഥിച്ചുകൊണ്ട് വരും ഇപ്പോൾ രാത്രിയാണെന്ന്. ഇപ്പോൾ രാത്രിയാകുമ്പോൾ പുള്ളി സമർത്ഥിച്ചുകൊണ്ട് വരും പകലാണെന്ന്. അങ്ങനെ പുള്ളി വളരെ മിടുക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കിൻ്റെയും ഗുഡ് ബുക്കിലുള്ള ആളാണ്. വിശ്വാസികളുടെ സമൂഹത്തിൽ അദ്ദേഹത്തിന് ഗുഡ് ബുക്കൊന്നുമില്ല, ഹിന്ദു സമാജത്തിൽ വലിയ ഗുഡ് ബുക്കൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഞാൻ ഹിന്ദുവാണ്, വിശ്വാസിയാണ്. പക്ഷെ അങ്ങനെ വലിയൊരു അംഗീകാരമില്ല. അതേസമയം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വലിയ അംഗീകാരമാണ് ഈ രാഹുൽ ഈശ്വറിനുള്ളത്. രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോസൊക്കെ വലിയ റീച്ച് കിട്ടുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുമാണ്. അത് കഴിഞ്ഞ് ആരിഫ് ഹുസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ തർക്കം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഇപ്പോൾ ഇന്ത്യയിൽ മതനിന്ദ എന്നൊരു വാക്ക്, മതനിന്ദ അനുവദിക്കണ്ടേ, മതനിന്ദക്കെതിരായിട്ടുള്ള നിയമം വേണോ, നിയമം വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള വലിയ ചർച്ചയാണ് നടന്നത്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ പിന്നെ സിദ്ധാന്തങ്ങൾ ഓരോ സാങ്ക്യ സിദ്ധാന്തവും ന്യായ സിദ്ധാന്തവും അങ്ങനെ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ചാർവാഹക സിദ്ധാന്തവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ചാർവാഹകന്മാരും ഉണ്ടായിരുന്നു. ചാർവാഹകന്മാർ പലപ്പോഴും ദൈവമില്ല എന്ന് പറയുന്ന യുക്തിവാദ ചിന്തകൾ പ്രചരിപ്പിക്കുന്നവരായിരുന്നു. അന്നത്തെ കാലത്ത് രാമൻ്റെയും കഥകൾ നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം പുരാണം വായിക്കുമ്പോൾ രാമൻ്റെയൊക്കെ ഭരണകാലത്ത് ഈ ചാർവാഹകന്മാരെന്ന് പറയുന്നവർക്കും വലിയ പദവികൾ കൊടുത്തിരുന്നു, അവരെയും അംഗീകരിച്ചിരുന്നു. അവരുടെ വാക്കും സമൂഹം കേൾക്കണം എന്ന് പറഞ്ഞിരുന്നു. മതമില്ല, ദൈവമില്ല, പിന്നെ അതിനെ ചോദ്യം ചെയ്യേണ്ടതാണെന്ന് പറയുന്ന ചാർവാഹകന്മാരുടെ സിദ്ധാന്തത്തെയും ഒരുപോലെ പിന്നെ സനാതനധർമ്മത്തെയും മറ്റ് ചിന്തകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഭരതൻ ഒരു പ്രാവശ്യം രാമനെ കാണാൻ കാട്ടിൽ ചെല്ലുമ്പോൾ രാമൻ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയുണ്ട്, ചാർവാഹകന്മാർക്ക് സുഖമാണോ, അവരുടെ ക്ഷേമം ഇയാൾ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ രാജ്യത്ത് വിരുദ്ധ അഭിപ്രായം പറഞ്ഞത് കൊണ്ടോ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചിന്തിച്ചത് കൊണ്ടോ പിന്നെ ഏതെങ്കിലും മതത്തെ തള്ളിപ്പറഞ്ഞത് കൊണ്ടോ അതിൻ്റെ വിശകലനം ചെയ്തത് കൊണ്ടോ ഒന്നും ചെയ്യാതെ അതും വരട്ടെ, ജനാധിപത്യത്തിൽ ഡിസെന്റ് എന്നുള്ള അതും വരട്ടെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജ്യമാണ്. ബുദ്ധനോട് ദൈവമുണ്ടോ എന്ന് ചോദിക്കാൻ ബുദ്ധൻ പലപ്പോഴും നിശബ്ദമായിട്ട് അതിൽ ഉത്തരം പറയാതെ പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധമതത്തിനും ഇന്ത്യയിൽ സാധ്യത കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു നിർമാല്യ സിനിമ വന്നിരുന്നു, ഇവിടെ മീശമാധവൻ വന്നിരുന്നു, ഒത്തിരി കഥകളും സിനിമകളും ഒരുപാട് കാര്യങ്ങളിലൂടെ വന്നിട്ടുണ്ട്. ഇവിടെ കൃഷ്ണനെയും യേശുവിനെയും ഒക്കെ വിമർശിക്കുന്ന ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. യേശുവും കൃഷ്ണനും ഒന്നാണെന്ന് പറഞ്ഞ് ഇടമറുകിൻ്റെ പുസ്തകമുണ്ട്, രണ്ടുപേരും ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പഠനങ്ങളും പുസ്തകങ്ങളുമൊക്കെ സമൂഹത്തിൽ വന്നിരുന്നു. ആരും അതിനെ എതിർത്തിരുന്നില്ല. ഹിന്ദു സമൂഹം ഒരു നിർമാല്യം വന്നിട്ടോ അല്ലെങ്കിൽ വീശമാധവൻ വന്നിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടോ ഒന്നും ഹിന്ദു സമൂഹം ഒന്നും എതിർക്കാൻ പോയിട്ടില്ല. അത് എങ്ങനെയോ അത് വരട്ടെ. പക്ഷെ കാലം മാറി, ഇത് വൺ സൈഡഡ് ആണ് തോന്നുന്ന ഒരു തോന്നലുണ്ട്. ആരിഫ് ഹുസൈൻ പറയുന്നതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. ഇത് വൺ സൈഡഡ് ആകുന്നോ, അതായത് നമുക്ക് ഹിന്ദു മതത്തെ എന്തും പറയാം, മറ്റുള്ള മതങ്ങളെ ഒന്നും പറയാൻ പറ്റില്ല, അത് മതം എന്ന് പോലും പറയാൻ പറ്റില്ല. അത് ഉടൻ മതനിന്ദയായി, കേസായി, വഴക്കായി വളരെ വലിയ രൂപത്തിലേക്കൊക്കെ അങ്ങ് പോകും. പക്ഷെ ഇപ്പുറത്ത് അത് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതെങ്ങനെ ശരിയാകും എന്നാണ് ആരിഫ് ഹുസൈനൊക്കെ ചോദിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ആർ വി ബാബു ആയാലും അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്തവരായാലും രാഹുൽ ഈശ്വറിൻ്റെ ചില നിലപാടുകളെ വളരെ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ശരി, കറക്റ്റ്. രാഹുൽ ഈശ്വർ ഈ കുംഭമേള വൈറൽ വനിത അവർക്ക് 18 വയസ്സായില്ല എന്ന് പറഞ്ഞ് പോക്സോ കേസ് രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് ഇയാൾ എടുത്തുകൊണ്ട് വരികയാണ് 18 വയസ്സായി എന്ന്. അതെങ്ങനെയാണ്? 18 വയസ്സാകാത്തത് കൊണ്ടാണല്ലോ ഒരു റെക്കോർഡ് നോക്കി മധ്യപ്രദേശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തതും രാജ്യത്ത് പോക്സോ കേസ് ഉണ്ടായതും 16 വയസ്സായിട്ടുള്ളൂ, 18 ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തമ്പാനൂർ സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞ കഥയും ഇവിടെ നിൽപ്പുണ്ട്. അത് നിൽക്കുമ്പോഴാണ് അതിനെ വെളുപ്പിക്കാൻ, ന്യായീകരിക്കാൻ രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും അതിന് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി പലപ്പോഴും രാഹുൽ ഈശ്വർ ചെയ്യുന്നുണ്ട്. അത് ഡേറ്റ വെച്ചല്ല, പലപ്പോഴും ബഹളമുണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആരിഫ് ഹുസൈൻ അത് പറയുമ്പോൾ ബഹളമുണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുമ്പോൾ ബഹളമുണ്ടാക്കി സ്വരം ഉയർത്തി ചർച്ചയെ അലങ്കോലമാക്കി എന്തെങ്കിലും പറഞ്ഞ് സമയം കളയുന്നതല്ലാതെ
കാര്യകാരണ സഹിതം പലപ്പോഴും രാഹുൽ ഈശ്വർ സംസാരിക്കുന്നില്ല. ഞാൻ രാഹുൽ ഈശ്വറിനെ വിമർശിക്കാനല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ മതനിന്ദ എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തും ഉണ്ടായിരുന്നു. അതിനകത്ത് ഹിന്ദു മതത്തെയാണ് ഏറ്റവും കൂടുതൽ നിന്ദിച്ചുകൊണ്ട് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഹിന്ദുക്കളാരും അതിനകത്ത് കയറി എതിർപ്പൊന്നും പറയാൻ പോയിട്ടില്ല. എന്തോ നടക്കട്ടെ, എന്താന്ന് ഇപ്പം അങ്ങനെ ആരെങ്കിലും എതിർത്തത് കൊണ്ട് തകരുന്നതല്ല മതം. അങ്ങനെ തകരുകയാണെങ്കിൽ തകരട്ടെ എന്നൊക്കെ ഉള്ള വേറൊരു വിശാലമായ, വളരെ അതിവിശാലമായ ഒരു ക്യാൻവാസിൽ നിന്നുകൊണ്ടാണ് ഹിന്ദുക്കൾ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ഇത് വൺ സൈഡഡ് മാത്രമാകുമ്പോൾ ഹിന്ദുവിനെ വിമർശിക്കാം, ഹിന്ദു അയ്യപ്പനെ എന്തും പറയാം, അതുപോലെ തന്നെ കൃഷ്ണനെ വെച്ചുകൊണ്ടും കുഴിമന്തിയുടെ പരസ്യത്തിന് കൊണ്ടുവരാം. അപ്പം ഹിന്ദുവിനെ എന്തും ചെയ്യാം എന്ന് വരുന്നത്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ ആചാരവിശ്വാസങ്ങളെ എന്ത് വേണോ പറയാം, മറ്റൊരാളിനെ കുറിച്ച് പറയാൻ പാടില്ല. മറ്റൊരാളിനെ കുറിച്ച് പറഞ്ഞാൽ ഉടൻ മതനിന്ദ എന്ന് പറയുമ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് മതനിന്ദ അല്ലേ എന്ന് ഇപ്പുറത്ത് നിൽക്കുന്നവർ ചോദിക്കും. ഇതൊരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഒന്നുകിൽ സർവതന്ത്ര സ്വതന്ത്രമായി എല്ലാ മതങ്ങളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, ആളുകൾ വിമർശിക്കപ്പെടട്ടെ, മതങ്ങളായാലും ദൈവത്തെ ആയാലും വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, ആ ഒരു സ്റ്റാൻഡ് നമുക്കെടുക്കാം. അല്ലെങ്കിൽ ഒരു മതത്തെയും ആരും തുടരുത്, എപ്പോൾ തൊട്ടാലും ഒരു സമരവും കേസും ഒന്നും ഇല്ലാതെ അത് എന്ത് ചെയ്യണം, അത് പരിഹാരമുണ്ടാക്കണം, അത് പ്രോത്സാഹിപ്പിക്കണം. ഇതിപ്പോൾ ചില മതങ്ങളെ പിന്നെ ചില മതങ്ങളെന്നല്ല, നമ്മൾ കൃത്യം പറഞ്ഞാൽ ഹിന്ദു മതത്തെ എന്തും പറയാം, ആർക്കും പറയാം, എന്ത് വികലമായും കാണിക്കാം. മറ്റ് മതങ്ങളെ, ഇസ്ലാം മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും തൊടാൻ പറ്റില്ല, അതുകൊണ്ട് അത് വിമർശനത്തിന് അതീതമാണ് എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല. വിമർശനം അനുവദിക്കുകയാണെങ്കിൽ എല്ലാവരിലും അനുവദിക്കുക, ഇല്ല എങ്കിൽ എല്ലാവരിലും നിരോധിക്കുക. ഇതേത് വേണമെന്നുള്ള നിലപാട് സമൂഹത്തിനും എടുക്കാം, രാജ്യത്തിനും എടുക്കാം, ഭരണകൂടത്തിനും എടുക്കാം. പക്ഷേ നിലപാടെടുക്കുമ്പോൾ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള അവിടെയാണോ ഇവിടെയാണോ അയ്യയിലാണോ കോണാത്തിലാണോ എന്നുള്ള നിയമം ചർച്ചകൾ കൊണ്ടുപോകാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡുകൾ എടുത്തുകൊണ്ടുള്ള ചർച്ചകൾ വേണം നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ. അതുകൊണ്ട് പണ്ടൊരിക്കൽ എന്നോടൊരാൾ പറഞ്ഞത്, ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഇഗ്നോർ ചെയ്യാണ് വേണ്ടത്, പേര് പോലും പറയരുത്, അവോയ്ഡ് ചെയ്യാണ് വേണ്ടത്, നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയല്ല ചെയ്യേണ്ടതെന്നാണ്. ശരിക്കും അങ്ങനെ അഭിപ്രായമില്ല. അദ്ദേഹം ഒരു പാനലിസ്റ്റാണ്. അദ്ദേഹം വന്ന് പറയുന്ന അഭിപ്രായം പറയുന്നു, ശരി തെറ്റുകൾക്കപ്പുറം കുറേ ബഹളമൊക്കെ ഉണ്ടാക്കുന്നു. എന്തായാലും അത് സമൂഹം അദ്ദേഹത്തെയും കേൾക്കണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ഈ ഡിസെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ശബ്ദവും സമൂഹം കേൾക്കട്ടെ, കാലം വിലയിരുത്തട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്.